ജി സുകുമാരൻ നായർ പോകുന്നുണ്ട്. അതിനു മുമ്പ് ഇന്നിപ്പോൾ പ്രതിനിധി സഭ അവിടെ ചേരാൻ പോകുന്നുണ്ട്. ബജറ്റിംഗ് പോലുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടിയും ഈ ഇപ്പോൾ ഉയർന്നു വരുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ അതിൽ ചർച്ചയാകുമോ എന്ന കാര്യം അറിയില്ല. എന്തായാലും പല ഫ്ലെക്സുകൾ പല സ്ഥലങ്ങളിൽ ഉയരുന്നുണ്ട്. ജി സുകുമാരൻ നായരെ വ്യക്തിപരമായും ആക്രമിക്കുന്ന എന്ന് പറഞ്ഞാൽ അയ്യപ്പ ഭക്തരായ കരയോഗാംഗങ്ങളെ പിന്നിൽ നിന്ന് വഞ്ചിച്ച അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പ എന്നൊക്കെയാണ് ആ ഫ്ലെക്സിലെ വാചകങ്ങൾ. ജി സുകുമാരൻ നായർ പ്രതിനിധിസഭയിലേക്ക് അങ്ങോട്ടേക്ക് എത്തുകയാണ്. പിന്നെ സംസാരിക്കാം എന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ആ പ്രതിനിധിസഭയിൽ ഒരുപക്ഷെ സുകുമാരൻ നായർക്കെതിരെ അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടാവാൻ വഴിയില്ല. പക്ഷെ പുറത്തു വരുന്ന ആ വിമർശനം ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറയുമോ, അതോ അവർ അല്ലെങ്കിൽ ആ എതിർശബ്ദം ഉയർത്തുന്നവരൊക്കെ NSSന്റെ ശത്രുക്കളും ജി സുകുമാരൻ നായരുടെ ശത്രുക്കളാണെന്ന് പറയുമോ, വിലയിരുത്തുമോ തുടങ്ങിയ കാര്യങ്ങൾ. അങ്ങനെയാണ് സംഘടനയുടെ ആദ്യത്തെ നിലപാട്. അത് വ്യാപകമായ പ്രതിഷേധമൊന്നും സുകുമാരൻ നായർക്ക് ഇല്ല എന്ന് പറയുമ്പോൾ പോലും ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ, ഒറ്റപ്പെട്ട ചില ഫ്ലക്സുകൾ, ചില രാജികൾ, ഫ്ലെക്സുകളൊക്കെ വന്നിട്ട് അയ്യോ വരട്ടെന്നേ, ഞങ്ങൾക്ക് നല്ല കാര്യമല്ലേ, കുറച്ച് എനിക്ക് പബ്ലിസിറ്റി കിട്ടുമല്ലോ. ആ അതന്നെ ഒറ്റപ്പെട്ട സംഭവമാണ് സർ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ എന്നെ കുത്തി എടുത്ത് അതുകൊണ്ടാണല്ലോ നിങ്ങളിങ്ങനെ ചോദിക്കരുത്. ഞാൻ മറ്റാരും ആക്കാത്ത പോലെ വളരെ വ്യക്തമായിട്ട് എൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് എന്തിനാ വെറുതെ പ്രതിഷേധങ്ങൾ വന്നോട്ടെ, ഏത് പ്രതിഷേധത്തെ ഞങ്ങൾ നേരിട്ടോളാം. എന്തായാലും പ്രതിഷേധങ്ങളെ തള്ളുകയാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. നേരത്തെ അദ്ദേഹം പറഞ്ഞാണ് തിരുവനന്തപുരത്തോ കണയന്നൂരിലോ മാത്രമല്ല കരയോഗം, വേറെയും കുറേ അധികം 5000 ചില്ലുവാനം കരയോഗങ്ങളുണ്ട് എന്നൊക്കെ നേരത്തെയും ജി സുകുമാരൻ നായർ പറഞ്ഞതാണ്. കാര്യം മനസ്സിലാക്കേണ്ട തിരുത്തും എന്നൊരു നിലപാടെടുത്തിരുന്നു. ഇപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, ഒന്നും പറഞ്ഞ കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നില്ല. കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാട് ആവർത്തിക്കുകയാണ് ജി സുകുമാരൻ നായർ. അപ്പോൾ ഈ പറയുന്ന ഉണ്ടാവുന്ന ഒറ്റപ്പെട്ടതാണെങ്കിൽ കൂടി പ്രതിഷേധങ്ങളെ, കരയോഗങ്ങളുടെ നിലപാടുകളെ ഒന്നും മുഖവിലക്കെടുക്കുന്നില്ല NSS ജനറൽ സെക്രട്ടറി എന്ന് തന്നെ വേണം ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.